1850 തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ അയച്ച ശുപാർശ ഗവർണർ മടക്കി. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള പ്രതികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഫയൽ മടക്കിയത്. കൊലപാതക കേസിലെയും ബലാത്സംഗ കേസിലെയും പ്രതികൾക്കും ശിക്ഷാ ഇളവിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് തടവുകാർക്ക് ശിക്ഷാ ഇളവിന് സർക്കാർ ശുപാർശ നൽകിയത്. വ്യവസ്ഥകൾ ലംഘിച്ചും സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തിയുമുള്ള പട്ടിക നൽകിയതാണ് ഫയൽ ഗവർണർ തിരിച്ചയക്കാൻ കാരണം. ബലാത്സംഗ കേസിലെയും കൊലപാതക കേസിലെയും പ്രതികൾക്ക് വരെ ശിക്ഷാ ഇളവിന് ശുപാർശ നൽകിയിട്ടുണ്ട്. 2262 തടവുകാരെ വിട്ടയക്കാനായിരുന്നു ജയിൽ ഡിജിപിയുടെ ആദ്യ ശുപാർശ. ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയുള്ള സമിതി പരിശോധിച്ച ശേഷം 1850 പേരുടെ പട്ടികയാണ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി അയച്ചത്. 3 മാസം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ അനുഭവിച്ചവരെയാണ് പരിഗണിച്ചത്. 15 ദിവസം മുതൽ 1 വർഷം വരെ ശിക്ഷാ ഇളവിനാണ് മന്ത്രിസഭ ശുപാർശ ചെയ്തത്. ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പട്ടിക തയ്യാറാക്കിയ ശേഷം നിയമ സെക്രട്ടറി ഈ ഫയൽ പരിശോധിച്ചിരുന്നില്ല. നേരെ മന്ത്രിസഭാ യോഗത്തിനയച്ച ഫയൽ ഗവർണർക്ക് നൽകുകയായിരുന്നു. നിയമ സെക്രട്ടറിയുടെ ശുപാർശയില്ലാതെ ഫയൽ സമർപ്പിച്ചതും വ്യക്തമായ വിശദീകരണമില്ലാതെ കൊലപാതക കേസിലെയും ബലാത്സംഗ കേസിലെയും പ്രതികൾക്ക് ഇളവ് ആവശ്യപ്പെട്ടതുമാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. അതേസമയം ശുപാർശ തള്ളിയതല്ലെന്നും കൂടുതൽ വിശദീകരണം തേടുക മാത്രമാണ് ചെയ്തതെന്നും രാജ്ഭവൻ ഔദ്യോഗികമായി വിശദീകരിച്ചു. ഫയൽ തിരികെ ലഭിച്ച ശേഷം കൂടുതൽ വിശദീകരണം നൽകുമെന്ന് ആഭ്യന്തര വകുപ്പിലെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.